ഹായ് ഗൈസ്, അംഗല വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ജെനുവിൻ ഫീഡ്ബാക്കാണ് ഇവിടെ കാണാൻ പോകുന്നത്. സിനിമ കണ്ടു, ഓവറോളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ഏറ്റവും വലിയ മികവായിട്ട് എനിക്ക് തോന്നിയത് സിനിമാറ്റോഗ്രഫിയാണ്. ഓരോ ഫ്രെയിമും അത് അടിപൊളിയായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ടോണും എല്ലാം അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സുജിത് വാസുദേവാണ് സിനിമാറ്റോഗ്രാഫർ. മ്യൂസിക് ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. ദീപക് ദേവിൻ്റെ മ്യൂസിക്കും അടിപൊളിയാണ്, എടുത്ത് പറയേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ലെവലിലാണ്. വിദേശത്താണ്, എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികൾ കണ്ട അത് വേറെ ലെവലൊരു പരിപാടിയായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് ഫിലിമായിരുന്ന എമ്പുരാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ ഓരോ സിറ്റീസിലും ഉണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം അത്രയും സ്ക്രീനുകൾ ഉണ്ടായിട്ടും എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ള് പോലെ തന്നെയാണ് ഷോസ് ഓടിക്കൊണ്ടിരുന്നത്. രാവിലെ 4 മണി മുതൽ ഷോസ് ഓടുന്നുണ്ടായിരുന്നു. ഇത്രയാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ സിനിമ കാണാത്തവർക്ക് കാണാം, ഒരു പ്രാവശ്യം കാണാനുള്ളത് എന്തായാലും ഉണ്ട്. ഇനി അങ്ങോട്ടുള്ളത് സിനിമ കണ്ടവർ കാണുന്നതായിരിക്കും നല്ലത്. കാണാത്തവർ കണ്ടിട്ട് വന്ന് കാണാം. കാര്യം ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവാം. സിനിമയുടെ മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. പക്ഷേ എന്നാൽ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകന് ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ കാണാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുത്ത് കയറിയത്. സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എന്നാൽ ഇതിൽ പടം 1-2 സീൻ മാത്രമേ ഉള്ളൂ. എബ്രാം ഖുറേഷിയുടെ ഭാഗവും മോഹൻലാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആ സയ്യിദ് മസൂദിൻ്റെ ചെറുപ്പകാലവും ആ ഒരു പ്ലോട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാതെ സെൻട്രൽ പ്ലോട്ട് തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്ന ആൾക്കാർ അതാണ് എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഭാഗം അത് അടിപൊളിയായി. മഞ്ജു വാര്യരുടെ അഭിനയം ഒരു രക്ഷയില്ല. ടോവിനോ തോമസ് പക്ഷേ എനിക്ക് അത്രയും അങ്ങ് വർക്കായില്ല. കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സെൻട്രൽ പ്ലോട്ട് അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി വർക്കായതിനെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനെ എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെ ആർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാവുന്നേ ഉള്ളൂ. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, കടവുളെ പോലെ കാപ്പവനിവൻ, ആ പാട്ട് വരുന്നത് ഇതിലും അങ്ങ് പൊളിച്ചു. തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റെന്ന് കൈയടിച്ച ഒരു സീനായിരുന്നു അത്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും പറയുന്നൊരു ഇതാണ്, ലാലേട്ടൻ ആ വെള്ള ഷർട്ടും മുണ്ടും അടക്കമുള്ള ഇത്, അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും വന്നത്. അപ്പോൾ എനിക്ക് തോന്നിയതേ, നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഹിന്ദിക്കാരും എല്ലാവരും വരുമല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഇത്തിരി ചാട്ട് മസാല ഇറക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്ത് വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടി ബ്രൊക്കോളിയും മറ്റ് പച്ചക്കറികളും ചേർക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ മലയാളിക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഹിന്ദിക്കാർക്കും ഇഷ്ടപ്പെടാത്ത അവസ്ഥയായി. അങ്ങനെ നമ്മൾ മലയാളം സിനിമ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിൻ്റെ ഒരു മണവും ഇതുമുള്ള കണ്ടൻറ് വൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടം ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ അങ്ങ് ഹോളിവുഡിലേക്കുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ്, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇറ്റ്സ് മീ ജയപ്രകാശ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.